ശ്രീ ചാണ്ടി ഉമ്മൻ കേൾക്കാമോ? കേൾക്കാം. താങ്കൾ ഇപ്പോൾ എവിടെയാണ് പ്രചാരണത്തിലുള്ളത്? ഹലോ, ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പ്രചാരണത്തിലാണോ? എവിടെയാണ്? പ്രസിഡന്റ് ഇന്നലെ കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഞാൻ ഇന്നലെ വരെ വയനാടായിരുന്നു ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ഒരു ദിവസം ചേലക്കര വന്നു. ചേലക്കരയിൽ കഴിഞ്ഞ് തിരിച്ച് വയനാട്ടിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. ഇന്നലെ KPCC പ്രസിഡന്റ് വിളിച്ച് അടിയന്തരമായി എന്നോട് ചേലക്കരയിൽ വരണം, അടുത്ത 2 ദിവസം ചേലക്കരയിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും നാളെയുമായിട്ട് ചേലക്കര നിൽക്കാനാണ് ഇപ്പം പരിപാടി ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ രാവിലെ വീടുകൾ കയറുമായിരുന്നു, വൈകിട്ട് പൊതുയോഗമുണ്ട്, അതിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. നാളെ ഇതിൻ്റെ ക്രമം അനുസരിച്ച് മുന്നോട്ട് പോകും. ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ ഈ പാലക്കാടാണല്ലോ ശ്രദ്ധാകേന്ദ്രം. ഏറ്റവും ശക്തമായ പോരാട്ടം ചേലക്കരയിലാണെങ്കിലും പാലക്കാട് നിന്നാണ് എപ്പോഴും വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, താങ്കൾക്ക് അറിയുന്നത് പോലെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തൊട്ട് തുടങ്ങിയതാണ്. അവിടെ നിന്നും ഒരു പൊട്ടലുണ്ടായി. അപ്പുറത്ത് സരിൻ സ്ഥാനാർത്ഥിയാകുന്ന തൊട്ടുള്ള വിവാദങ്ങളാണ്. അപ്പോൾ അവിടെ പ്രചാരണത്തിന് കെ മുരളീധരൻ എത്തുന്നില്ല എന്നൊരു വിഷയമുണ്ടായിരുന്നു. ഇപ്പോൾ കെ മുരളീധരൻ എത്തുകയാണ്. താങ്കൾ എപ്പോഴാണ് പാലക്കാട്ടേക്ക്? അതല്ല, നമുക്കിപ്പം വിവാദങ്ങൾക്കൊന്നും ഇതിനകത്തൊരു സ്ഥാനവുമില്ല. വിവാദങ്ങൾക്കപ്പുറം പാർട്ടിയാണ്. പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു, ഒരു പ്രശ്നമില്ല. എന്നോട് പാർട്ടി എപ്പോൾ പറഞ്ഞാലും, എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ പാലക്കാട് പോകുന്നതായിരിക്കും. അത് സ്ഥാനാർത്ഥിയോ പാർട്ടിയോ ആര് പറഞ്ഞാലും ഞാൻ എപ്പോൾ വേണമെങ്കിലും പാലക്കാട് പോകും, യാതൊരു സംശയവുമില്ല. അതിനകത്തൊരു വിവാദമില്ലല്ലോ. നമ്മളെല്ലാം പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ പാർട്ടി പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞങ്ങളെല്ലാം അവിടെ എത്തും. ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടി പ്രത്യേകം പറഞ്ഞ അല്ലെങ്കിൽ ഒരു ക്ഷണമൊക്കെ വേണ്ടതുണ്ടോ പ്രചാരണത്തിന് പോകാൻ? കാരണം ഞാൻ ചോദിക്കുന്നത്, CPM-നെ സംബന്ധിച്ചപ്പുറത്ത് സരിന് വേണ്ടി ഡിവൈഎഫ്ഐ നേതാക്കൾ അഹോരാത്രം പ്രചാരണത്തിലുണ്ട്. ഞങ്ങളെല്ലാം വീണ്ടും അത് എൻ്റെ വാക്കുകളെ മിസ്കോട്ട് ചെയ്യുകയാണ്. ഞാൻ ഒരു പ്രചരണത്തിൻ്റെയും ഒരാവശ്യമില്ല. ഞാൻ പാലക്കാട് ആദ്യമേ തന്നെ പോയി നമ്മുടെ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരാളാണ്. ആ കൺവെൻഷനിൽ മുഴുവൻ സമയം പങ്കെടുക്കുകയും അതിനുശേഷം വിശദമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതിനുശേഷം എന്നോട് പാർട്ടി ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിനനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വയനാട് നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ വയനാട്ടിൽ തന്നെ പ്രചരണത്തിൽ എന്നെ അവിടെ നിന്ന് വിളിച്ചതനുസരിച്ച് ഞാൻ അവിടെ അതിനെ വേറൊരു തരത്തിൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ഞാൻ പാർട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഞാൻ എല്ലായിടത്തും പ്രചരണത്തിന് പോകുന്നത്. അത് വയനാട് നിൽക്കണം, ഒപ്പം എനിക്ക് വയനാട് നിൽക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ മകൾ മത്സരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ വയനാട് നിന്നത്. അത് കഴിഞ്ഞിട്ട് ചേലക്കര വരണമെന്ന് പറഞ്ഞ് പാർട്ടി അപ്പം തന്നെ ഞാൻ വന്നു. അപ്പോൾ എപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടാലും ഞാൻ പോകുമെന്നുള്ളതാണ് പറഞ്ഞത്. അതിനെ വേറെ തരത്തിൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ചാണ്ടി ഉമ്മൻ, അതിപ്പോ നമ്മൾ മാധ്യമങ്ങൾ ചെയ്യുന്നു എന്ന രൂപത്തിലല്ല, അപ്പുറത്ത് നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ അപ്പുറത്തു നിന്നും ഉയരുകയാണല്ലോ. ഇപ്പോൾ തിരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായും നിങ്ങൾക്ക് എന്ത് ആയുധം എതിരെ എന്ത് ആയുധം കിട്ടിയാലും അവര് പറയുന്ന എല്ലാ ആരോപണവും ഞാൻ പറഞ്ഞൊന്ന് പൂർത്തിയായി. അവർ പറയുന്ന എല്ലാ ആരോപണവും ശരിയാണെന്ന് പറയാൻ പറ്റും. അവരുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്, അവരുടെ മിസ്ഇൻ്റർപ്രിട്ടേഷൻ ആണത്. ചാണ്ടി ഉമ്മൻ, ദേഷ്യം പിടിക്കരുത്. ഞാൻ ചോദിക്കുന്നത്, ഇത് ഇങ്ങനെ വിവാദങ്ങളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. ആ വിവാദങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ്. വിവാദങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ അല്ല, ഞാൻ ചോദിക്കുന്നത്, അല്ല, രാഹുലും ചാണ്ടി ഉമ്മനും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്, സൗഹൃദം എങ്ങനെയാണ്? രാഹുൽ എൻ്റെ ജൂനിയറായിട്ട് സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ ജൂനിയറായിട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അന്ന് തൊട്ടുള്ള പരിചയമാണ്. എനിക്ക് വളരെ അടുത്ത ബന്ധം രാഹുലുമായിട്ടുണ്ട്. ആ രാഹുൽ എന്നെ സംബന്ധിച്ച് ഒരു സഹോദര തുല്യനായ വ്യക്തിയാണ്. രാഹുൽ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വളർന്നു കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതിനകത്ത് പാർട്ടി ഒരു തീരുമാനമെടുത്തു, അതായത് സ്ഥാനാർത്ഥിയാക്കാൻ. നല്ല തീരുമാനമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളെല്ലാം ഉറച്ചു നിൽക്കുന്നത്. കാരണം പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടി തീരുമാനത്തിനോടൊപ്പം തന്നെ നിൽക്കും. രാഹുൽ 100%, രാഹുൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് 100% ഫിറ്റായിട്ടുള്ള ആളാണ്. ചുമ്മാ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പം പാലക്കാട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ആ ഹോട്ടലിലുണ്ടാക്കിയ വിവാദം എന്തെങ്കിലും അർത്ഥമുള്ളതാണോ? അപ്പോൾ അർത്ഥമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാകുക. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ മിസ്കോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യം പോയാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആ വിവാദത്തിന് ശേഷം രാഹുലിനെ വിളിച്ചിരുന്നോ, ചാണ്ടി ഉമ്മൻ വിളിച്ചിരുന്നോ? ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്കറിയോ, വയനാട് ഞാൻ ഫുൾ കോൺസെൻട്രേറ്റ് ഇരിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ അടുത്ത ദിവസം സംസാരിക്കുന്നതായിരിക്കും. ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ പാലക്കാട് പാർട്ടി പറഞ്ഞാൽ എത്തും അല്ലേ, അങ്ങനെയാണ്?
അങ്ങനെ പാർട്ടി എല്ലാവർക്കും ഡയറക്ഷൻ കൊടുക്കുമല്ലോ. പാർട്ടി പറയുന്ന അനുസരിച്ചാണ് ഞങ്ങളെല്ലാം പോകുന്നത്. യാതൊരു സംശയമില്ലല്ലോ.